നിങ്ങളൊരു പുതിയ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോവാന്ന് വിചാരിച്ചോ. അപ്പൊ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ വൺസ് നമ്മൾ ഇതിന്റെ പർപ്പസും അതുപോലെ തന്നെ ടെക്സ്റ്റാക്കും ബിസിനസ് ലോജിക് ഒക്കെ പ്രോപ്പർ ആയിട്ട് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു AI കോഡിംഗ് ടൂളിനെ ഡിപ്പെൻഡ് ചെയ്യൂലേ. ഇപ്പം ഐഡിന്റെ കേസിലാണെങ്കിൽ കഴ്സറോ ആന്റിഗ്രാവിറ്റിയോ അല്ലെങ്കിൽ ക്ലോഡ് കോഡ് ഒക്കെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ ഇതിന് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ ചാറ്റ് ജിപിറ്റിനെയോ അല്ലെങ്കിൽ ക്ലോഡ് ഡെസ്ക്ടോപ്പിനെങ്കിലും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്തുകൊണ്ട് വരുന്നത്. എസ്പെഷ്യലി നമ്മളൊരു വൈറ്റ് കോഡർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ബ്ലൈൻഡ് ആയിട്ട് ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ടൂളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇത് ജനറേറ്റ് ചെയ്യുന്നത്. വൺസ് ഇത് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷന്റെ ഒരു പ്രോബ്ലം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്ലോപ്പ് ആണ്. അപ്പൊ എന്താണ് സ്ലോപ്പ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ആപ്ലിക്കേഷന് എടുത്ത് ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊരു ജനറേറ്റഡ് കോഡാണ് അല്ലെങ്കിൽ ജനറേറ്റഡ് പ്രൊജക്റ്റ് ആണെന്ന്. അത് എന്തുകൊണ്ടാണ്? അവർ ആ പ്രൊജക്റ്റിൽ ഒരു ഡീഫാൾട്ട് ആയിട്ട് ന്റെ കുറെ ഓപ്ഷൻസ്, അതായത് ആ പ്രൊജക്റ്റിൽ യൂസ് ചെയ്തിരിക്കുന്ന ഫോൺസ്, ബാക്ക്ഗ്രൗണ്ട്, കളേഴ്സ്, സ്റ്റൈലിങ്, ഇതൊക്കെ ഒരു ഡീഫാൾട്ട് ജനറേറ്റഡ് കണ്ടന്റ് ആണ്. അപ്പൊ കൂടുതലും ഈ പറഞ്ഞ പോലെ നെ ഡിപ്പെൻഡ് ചെയ്ത് ജനറേറ്റ് ചെയ്യുന്ന ഒരു പ്രൊജക്ടിന്റെ പ്രോബ്ലം ആണിത്. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ആന്ത്രോപിക്സിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവർ കൊടുത്തിരിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഈ ഒരു പ്രോബ്ലത്തിനെ കുറിച്ചും അതിന്റെ സൊല്യൂഷനെ കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിലിപ്പോ ഞാൻ ഈ പറഞ്ഞതിന് ഒരു സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ടു ഡു ലിസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ ഒരു രണ്ട് യൂസർ ഇന്റർഫേസ് സെയിം ടു ഡു ലിസ്റ്റിനെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ക്ലോഡ് കോഡ് യൂസ് ചെയ്തിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സെയിം പ്രോംപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് രണ്ടും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ രണ്ടും എക്സ്ട്രീംലി ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് ഇന്റർഫേസ് ആണ് തന്നത്. അപ്പൊ അതെങ്ങനെയാന്ന് കാണിച്ചു തരാം. അപ്പൊ ഞാൻ ആദ്യത്തെ ഈ ഒരു ഡിസൈനിലേക്ക് നോക്കിയോ. അപ്പൊ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട്, ബട്ടൺസ്, ഈ ഒരു ഫോണ്ട്, ഇതൊക്കെ നമ്മളിപ്പം ഇപ്പത്തെ ഒരു സാഹചര്യത്തിൽ ഒരു 1000+ പ്രൊജക്റ്റിലെങ്കിലും നിങ്ങൾ ഈ ഒരു അപ്പിയറൻസ് കണ്ടിട്ടുണ്ടാവും അല്ലെ. അതായത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഡീഫാൾട്ട് കണ്ടന്റ് ആണെന്ന് ഇതെന്ന് നമുക്ക് എന്തായാലും മനസ്സിലാവും. ഇനി രണ്ടാമത്തേതിലേക്ക് നോക്ക്. ഒന്നും കൂടെ എസ്തെറ്റിക്കലി പ്ലീസിങ് ആയിട്ടുള്ളതല്ലേ ഈ രണ്ടാമത്തെന്ന് പറയുന്നത്. അതായത് ഞാനിവിടെ ഒരു കസ്റ്റം ഫോണ്ട് ആണെങ്കിലും അതുപോലെ തന്നെ ഈ കൊടുത്തിരിക്കുന്ന ഗ്രിഡിന്റെ ഈ ഒരു ലേഔട്ട് ആണെങ്കിലും മിനിമൽ ആയിട്ടുള്ള ആനിമേഷൻസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ ഇത് നോക്കുമ്പോൾ കുറച്ചും കൂടെ നമുക്കൊരു റിയൽ പ്രൊഡക്റ്റ് ആയിട്ട് തോന്നും. അതായത് ഇപ്പൊ നമ്മുടെ ഒരു വർക്കിന്റെ പാർട്ടായിട്ട് ക്യാൻവാൻ ബോർഡ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു ക്യാൻവാൻ ബോർഡിന്റെ ഒരു അപ്പിയറൻസ് ഉള്ളതെങ്കിൽ റിയൽ പ്രൊഡക്റ്റ് ആയിട്ടുള്ളത് ഈ ഒരു സെക്കൻഡ് വൺ ആണ് അല്ലെ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ സെയിം പ്രോംപ്റ്റ് യൂസ് ചെയ്തിട്ട് ഈ ഒരു പ്രൊഡക്റ്റിനെ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് ടൈപ്പ് ആയിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്തു, അതിനൊരു ചെറിയൊരു കാര്യമേ ഞാൻ രണ്ടാമത്തത് ക്രിയേറ്റ് ചെയ്ത് ആഡ് ചെയ്തിട്ടുള്ളൂ. ക്ലോഡ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന അവരുടെ ഒരു ഒഫീഷ്യൽ സ്കില്ല് ഫ്രണ്ട് ആൻഡ് ഡിസൈൻ സ്കില്ലാണ്. ഈ ഒരു സ്കില്ല് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഇത്രയും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആണ് കിട്ടിയത്. അപ്പൊ അതെങ്ങനെയാന്ന് നോക്കാം. അപ്പം എന്താ പറയാ, ഇപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകും. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ എന്താണ് ഈ ഒരു ഫ്രണ്ട് ആൻഡ് ഡിസൈൻ സ്കില്ല്, എങ്ങനെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം, നമ്മുടെ ഒരു പ്രൊജക്റ്റിൽ എങ്ങനെ ഇതിനെ യൂസ് ചെയ്യാം, ഇതിന്റെ മേജർ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം എന്താ പറയാ, ഈ ഒരു ക്ലോഡിങ്ങിലേക്കും ഇൻഡെപ്ത് ആയിട്ട് സ്കില്ലിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ എന്താണ് സ്കില്ല് എന്ന് അറിയണ്ടേ. ഞാൻ ഓൾറെഡി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ സ്കില്ലിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പം ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ സ്കില്ല് എന്ന് പറയുന്നത് ഒരു ഫോൾഡർ സ്ട്രക്ചർ ആണ്. ആ ഫോൾഡറിന്റെ അകത്ത് ഒരു skill.md ഒരു മാർക്ക് ഡൗൺ ഫയൽ ഉണ്ടാവും. ആ ഫയലിൽ ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. അപ്പൊ നമ്മളൊരു പുതിയ ടാസ്ക് ഈ പറഞ്ഞ ക്ലോഡിന് കൊടുക്കുന്ന സമയത്ത് ആ ടാസ്കിന് റെലവെന്റ് ആയിട്ടുള്ള സ്കില്ലിനെ ഈ ഒരു ഇത് ഐഡന്റിഫൈ ചെയ്യും. ക്ലോഡ് കോഡ് തന്നെ ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മുടെ കറന്റ് കോണ്ടെക്സ്റ്റിലേക്ക്, ആ കോൺവെർസേഷനിലേക്ക് ഈ ഫയലിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷനും കൂടെ ഇൻജെക്ട് ചെയ്തിട്ട് അതും കൂടി ആഡ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഫൈനൽ റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്ത് തരുന്നത്. അപ്പം അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാട്ടോ. ഞാൻ പ്രീവിയസ് വീഡിയോയിലും ഇൻഡെപ്ത് ആയിട്ട് നമ്മളൊരു കസ്റ്റം സ്കില്ലൊക്കെ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതും ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക, എനിക്ക് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് നമുക്ക് ടോക്കണിന്റെ ലെങ്ത് കുറയ്ക്കാം, കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും. കാരണം എഗെയിൻ ആൻഡ് എഗെയിൻ നമ്മുടെ റിക്വയർമെന്റ് ഇങ്ങനെ ഈ ഒരു കോൺടാക്സ്റ്റിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നതിന് പകരം വൺസ് നമ്മൾ ഈ ഒരു സ്കില്ലായിട്ട് ഇതിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊരു വൺ ടൈം ഒരു സെറ്റപ്പ് ആണിത്. പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് ഈ സ്കില്ലിനെ ബേസ് ചെയ്തിട്ട് ഇത് വർക്ക് ചെയ്തോളും. അപ്പൊ നമുക്ക് നേരെ ഇംപ്ലിമെന്റേഷനിലേക്ക് പോവാം.
അപ്പൊ നിങ്ങൾ ക്ലോഡിന്റെ ഈ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് അവർ ഒഫീഷ്യലി പബ്ലിഷ് ചെയ്തിരിക്കുന്ന സ്കിൽസ് കാണാം കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു ഫ്രണ്ട് ആൻഡ് ഡിസൈൻ സ്കില്ലാണ്. ഇവരുടേതായ സ്കില്ല് മാത്രമല്ല, ഇപ്പൊ ഒരുപാട് സ്കിൽസ് ബാക്കിയുള്ള ഡെവലപ്പേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഗിറ്റ് റെപ്പോസിറ്ററിയിൽ അവർ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതും നമുക്ക് യൂസ് ചെയ്യാം. എസ്പെഷ്യലി ഇപ്പൊ പോപ്പുലർ ആയിട്ടുള്ളതാണ് എ പി ഐന്റെ ഡിസൈൻ സ്കില്ല്, ഡാറ്റ സ്ട്രക്ചറിന്റെ സ്കീമ ഡിഫൈൻ ചെയ്യുന്നത്, പോസ്റ്റ്ഗ്രെസ്ക്യൂഎലിനെ മാനേജ് ചെയ്യുന്നത്, കോമ്പോണന്റിന്റെ ആർക്കിടെക്ചറിന്റെ സാധനങ്ങളൊക്കെ, അതൊക്കെ നമുക്ക് അപ്കമിങ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്ന ഈ ഒരു ഫ്രണ്ട് ആൻഡ് ഡിസൈൻ സ്കില്ലാണ്. അപ്പൊ ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്യുവാണ്. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സ്കിൽസിന്റെ ഫോൾഡറിന്റെ അകത്ത് ഫസ്റ്റ് സ്കിൽ നെയിം, ഫോൾഡറിന്റെ നെയിം സ്കിൽ നെയിം ആയിരിക്കുമല്ലോ ഡിഫാൾട്ട്, ഫ്രണ്ട് ആൻഡ് ഡിസൈൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ ആ ഒരു സ്കിൽ ഡോട്ട് എം ഡി നമ്മൾ പറഞ്ഞ ഒരു മാർക്ക് ഡൗൺ ഫയൽ ഉണ്ട് കേട്ടോ. അപ്പൊ അത് ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ ഞാൻ ഇന്ന് ജസ്റ്റ് പറയാം, ഇവരുടെ ഒരു കണക്കനുസരിച്ച് സ്റ്റാറ്റിസ്റ്റിക്സിൽ പറയുന്നത് 3000+ ഇൻസ്റ്റാളേഷൻ പെർ വീക്ക് ഈ ഒരു സ്കില്ലിന്റെ മേലെ നടക്കുന്നുണ്ട്. അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്കില്ലാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയാ, ഇവരുടെ ഒരു എൻറ്റയർ എക്കോസിസ്റ്റത്തിൽ, ഈ പറഞ്ഞ ക്ലോഡിന്റെ എൻറ്റയർ എക്കോസിസ്റ്റത്തിൽ തന്നെ പോപ്പുലർ ആയിരിക്കുന്ന സ്കിൽസിലെ ഒരു സ്കില്ലാണ് ഈ ഒരു ഫ്രണ്ട് ആൻഡ് ഡിസൈൻ സ്കിൽ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഏകദേശം ഒരു 42+ ലൈൻസിലാണ് ഈ ഒരു എൻറ്റയർ സ്കില്ല് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു സ്കിൽ ഫയലിന്റെ സ്ട്രക്ചർ ഒക്കെ ഞാൻ പ്രീവിയസ് വീഡിയോസിൽ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. ജസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞു പോകാം. ഫസ്റ്റ് പോർഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവരിവിടെ പറയുന്നത്. അതായത് സ്കില്ലിന്റെ നെയിം, ഫ്രണ്ട് ആൻഡ് ഡിസൈൻ, പിന്നെ ഒരു ഡിസ്റ്റിങ്റ്റീവ് പ്രൊഡക്ഷൻ ഗ്രേഡ് ഫ്രണ്ട് ആൻഡ് ഇന്റർഫേസിനെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും വിത്ത് ഹൈ ഡിസൈൻ ക്വാളിറ്റി. പിന്നെ ഈ ഒരു സ്കിൽ എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടതെന്നും ഡോട്ട് കോഡിനോട് കറക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഒരു യൂസർ ഒരു വെബ് കോമ്പോണൻസ് അല്ലെങ്കിൽ പേജ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് വരുമ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്. ഇവര് അണ്ടർലൈൻ ചെയ്ത് പറയുന്നത് ഈ ഒരു കാര്യമാണ്. ക്രിയേറ്റീവ് പോളിഷ്ഡ് കോഡ് ജനറേറ്റ് ചെയ്യും. ഈ ഒരു ജനറിക് എ ഐ എസ്തെറ്റിക്സിനെ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ഇതിനെ അവോയ്ഡ് ചെയ്യുന്നു. പിന്നെ ഞാൻ ആ പറഞ്ഞ എ ഐ സ്ലോപ്പിന്റെ ഇഷ്യൂ അവർ പറയുന്നുണ്ട്. നോർമലി നമ്മൾ ഈ പറഞ്ഞ എ ഐ ടൂളിനെ ഡിപ്പെൻഡ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഒരു ജനറിക് ആയിട്ടുള്ള ഒരു എ ഐ എസ്തെറ്റിക്സ് ആയിരിക്കും ഇന്റർഫേസിൽ വരുന്നതെന്ന്. പിന്നെ ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഡിസൈൻ തിങ്കിങ് പോർഷൻ ആണ് കേട്ടോ. അവരിവിടെ എന്തുകൊണ്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, അതിന്റെ പർപ്പസ് ആണ് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു ഡെവലപ്പർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഒരു ടാസ്ക് അസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്നത് കൂടുതൽ കാര്യങ്ങൾ, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൂടുതൽ ആനിമേഷൻസും കൂടുതൽ കളേഴ്സും കൂടുതൽ എഫക്ട്സ് ഒക്കെ ആഡ് ചെയ്യുന്ന സമയത്താണ് എൻ്റെ ഈ പ്രൊജക്ട് ഏറ്റവും അട്രാക്റ്റീവ് ആകുന്നതെന്ന് പറഞ്ഞ് നമ്മൾ ഇതിനെ കോംപ്ലക്സ് ആക്കി വെക്കൂലേ അതിന്റെ ഡിസൈനിനെ കൊണ്ടിട്ട്. അപ്പൊ ഇവരിവിടെ പറയുന്നത്, ഈ ഒരു ആന്ത്രോപിക്കിന്റെ സൈറ്റിൽ പറയുന്നത് എക്സ്ട്രീംലി ഓപ്പോസിറ്റ് ആയിട്ടാണ്. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഡിസൈൻ എന്ന് പറയുന്നത് ഒരു ബ്രൂട്ടലി ആയിരിക്കണം, മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈൻ ആയിരിക്കണം. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ പേസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ഡിസൈനിന്റെ പ്രത്യേകതകൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ക്രിയേറ്റ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ആർക്കാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനത്തെ ഡിസൈൻ തിങ്കിങ് കാര്യങ്ങളാണ്. എസ്പെഷ്യലി ഇവരിവിടെ HTML, ജാവാസ്ക്രിപ്റ്റ്, റിയാക്ടിന്റെ ലൈബ്രറി, വ്യൂവിന്റെ ഫ്രെയിംവർക്ക്, ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെയാണ് യൂസ്ഫുൾ ആവുന്നതെന്നൊക്കെ പറഞ്ഞ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് റീഡ് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൂന്നാമത്തെ പോർഷൻ ഇതാണ്. അതായത് നമ്മുടെ ആക്ച്വൽ ഡിസൈൻ റൂൾസിനെ ഡിഫൈൻ ചെയ്യുന്നത് ഇവിടെയാണ്. അപ്പം ഫോണ്ടിന്റെ കേസ്, ടൈപ്പോഗ്രഫിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. ഫോണ്ടിനെ ചൂസ് ചെയ്യുന്ന സമയത്ത് ബ്യൂട്ടിഫുൾ, യൂണീക്ക് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ഫോണ്ടിനെ വേണം. നമ്മൾ പറഞ്ഞ പോലെ ജനറിക് ആയിട്ടുള്ള ഫോൺസ്, ഏരിയൽ ഫോൺസിനെ, ഇന്റർ ഫോൺസിനൊക്കെ അവോയ്ഡ് ചെയ്യണം. ഡീറ്റെയിൽസ് ഒക്കെ പിന്നെ കളർ, മോഷൻ, ആനിമേഷൻസിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ചൂസ് ചെയ്യുന്ന സമയത്ത്, അതായത് ഇങ്ങനെ ഫ്രണ്ടിനെ ഡിഫൈൻ ചെയ്യണം എന്നല്ല പറയുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യണം എന്നാണ് ഇവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ ചിലവരിങ്ങനെ ഫ്രണ്ട് ആൻഡ് ഡിസൈൻ എന്ന് പറയുമ്പോൾ തന്നെ ഈ ഇന്ന ടൂളാണ് യൂസ് ചെയ്യേണ്ടത്, ഇന്ന കളേഴ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്, അങ്ങനെയൊന്നല്ല ഇവർ പറയുന്നത്. ഇവര് ഒരു പ്രൊഫഷണൽ വേയിൽ ഒരു ഫ്രണ്ട് ആൻഡ് ഒരു പ്രൊജക്ടിനെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എങ്ങനെയൊക്കെ ചെയ്യാം, അതിന്റെ യൂസേജ് ആണ് കേട്ടോ പറയുന്നത്. അത് നിങ്ങൾ ഒന്നും കൂടെ ഞാനത് ക്ലിയർ ആയിട്ട് പറയുകയാണ്. നിങ്ങൾ ഇപ്പോൾ ചിലപ്പോൾ വീഡിയോ കാണുമ്പോൾ ചിലർ വിചാരിക്കും ഫ്രണ്ട് ആൻഡ് ഡിസൈൻ എന്ന് പറയുമ്പോൾ ഫ്രണ്ട് ആൻഡ് ഡിസൈനിന്റെ ഫയലിനെ ഇവിടെ കൊണ്ട് ഡിഫൈൻ ചെയ്യുമെന്ന്. അങ്ങനെയല്ല. ഇത് ഞാൻ ഈ പറഞ്ഞ എക്സ്പ്ലനേഷനിൽ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. അപ്പൊ ഏറ്റവും ഞാൻ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞ പോലെ എത്രത്തോളം ക്ലിയർ ആയിട്ടുള്ള പ്രോംപ്റ്റ് ആണോ നമ്മൾ കൊടുക്കുന്നത്, അത്രയും ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും നമുക്ക് AI ജനറേറ്റ് ചെയ്ത് തരുന്നത്. അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്കില്ലാണ് ഈ പറഞ്ഞ
ഫ്രണ്ട് ആൻഡ് ഡിസൈൻ സ്കില്ല്. അപ്പം ഇത്രയൊക്കെയാണ് ഈ ഒരു മാർക്ക് ഡൗൺ ഫയലിലുള്ളത്. ഇനി നമുക്ക് VS കോഡിൽ പോയിട്ട് എങ്ങനെയൊരു നമ്മുടെ ക്ലോഡ് കോഡിൽ എങ്ങനെയൊരു സ്കില്ല് സെറ്റ് ചെയ്യാൻ നോക്കാം. സപ്പോസ് നിങ്ങൾക്ക് ക്ലോഡ് കോഡ് ഇല്ലാന്ന് വിചാരിച്ചോ, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഞാൻ പ്രീവിയസിന്റെ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ ഈ ഒരു മാർക്ക് ഡൗൺ ഫയൽ കോപ്പി ചെയ്യുക. എനിക്കൊന്ന് ഡീഫാൾട്ട് ആയിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല ഈ സ്കില്ല് ക്യാപ്പബിലിറ്റീസിൽ ക്ലോഡിന്റെ ഡെസ്ക്ടോപ്പിൽ. സോ നമ്മൾ കസ്റ്റമായിട്ട് ഈ സ്കില്ല് അങ്ങ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ക്ലോഡ് കോഡിൽ ഇത് അവൈലബിൾ ആണ് കേട്ടോ, നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഞാൻ പറഞ്ഞത് നിങ്ങളൊരു പെയ്ഡ് വേർഷൻ അല്ല, ഫ്രീ വേർഷൻ ഒക്കെ യൂസ് ചെയ്യുന്നത്, സബ്സ്ക്രൈബ് ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അവിടെയും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ജസ്റ്റ് ഈ ഒരു ഫയലിനെ ഡൗൺലോഡ് ചെയ്തിട്ട് കസ്റ്റം സ്കില്ലായിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് ക്ലോഡ് കോഡിലേക്ക് പോയാലോ. അപ്പൊ ഞാൻ എൻ്റെ തൊട്ട് പ്രീവിയസ് വീഡിയോയിൽ എന്താണ് ക്ലോഡ് കോഡ്, എങ്ങനെ നമ്മുടെ സിസ്റ്റത്തിൽ സെറ്റ് ചെയ്യുക എന്നുള്ളത് ബിഗിനേഴ്സിന് ഒരു ട്യൂട്ടോറിയൽ എടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സപ്പോസ് നിങ്ങൾ അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടു നോക്കാം. അവിടെ ഞാനൊരു ടു ഡു ലിസ്റ്റ്, നമ്മൾ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ കണ്ട ഒരു ടു ഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോറി, CD കൊടുക്കാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ആ ടു ഡു ലിസ്റ്റിലാണ് നമ്മൾ ഇന്ന് ഈ പറഞ്ഞ, അപ്പൊ അന്ന് ക്രിയേറ്റ് ചെയ്തെന്ന് പറഞ്ഞ ഈ സ്കില്ലൊന്നും യൂസ് ചെയ്യാതെ ജസ്റ്റ് നമ്മൾ പ്രോംപ്റ്റ് കൊടുത്തു, എനിക്കൊരു ടു ഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം, 3 കോളംസ് ഉണ്ടാവണം എന്ന് പറഞ്ഞ ഒരു സിമ്പിൾ ടു ഡു ലിസ്റ്റാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തത്. ഇന്ന് നമ്മൾ അതിനെ ആ ഒരു വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ കണ്ട ആ ഒരു സെക്കൻഡ് ഇതില്ലേ, ഞാനിത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പം ആ ഒരു ഇതിലേക്ക് എങ്ങനെ കൊണ്ടുവരാന്നാണ് നോക്കുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്, ഞാൻ ക്ലോഡിനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ് കേട്ടോ. ക്ലോഡ് റൺ ആവട്ടെ, ക്ലോഡ് കോഡ് റൺ ആവട്ടെ. ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റ് ഈ ഫ്രണ്ട് ആൻഡ് ഡിസൈൻ സ്കിൽ ഇൻസ്റ്റാൾ ചെയ്യണമല്ലോ. അപ്പം നമ്മൾ ഓൾറെഡി ഫോർവേഡ് / ഇട്ടിട്ടുള്ള കമാൻഡ്സ് ഞാൻ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പ്ലഗിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കമാൻഡ് ഫസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുക. /പ്ലഗിൻ എടുക്കുക, എൻ്റർ അടിക്കുക. എന്നിട്ട് അതിൽ ഇവിടെ കണ്ടോ ഡിസ്കവർ ഇൻസ്റ്റാൾഡ് മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ അല്ലേ, അതിൽ മാർക്കറ്റ് പ്ലേസ് ചൂസ് ചെയ്യാം. അതിൻ്റെ അകത്ത് ഇപ്പം ഇവിടെ കണ്ടോ ആഡ് മാർക്കറ്റ് പ്ലേസ് ആണ് ഡീഫാൾട്ട് ആയിട്ടുള്ളത്. ഇത് ഒഫീഷ്യലായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഈ പറഞ്ഞ സ്കിൽസും കാര്യങ്ങളും ഒക്കെ ഇവിടെയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പം അതിൽ നിന്ന് ഡൗൺ ആരോ അടിച്ചിട്ടുണ്ടെങ്കിൽ ക്ലോഡ് പ്ലഗിൻസ് ഒഫീഷ്യൽസ് എന്ന് പറഞ്ഞ് പോകും. നമ്മൾ നേരത്തെ കണ്ട പ്ലഗിൻസ് ഒക്കെ ഇതിൽ അവൈലബിൾ ആണ്. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം കേട്ടോ, ഡീഫാൾട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ക്ലോഡ് ഇത് എൻ്റർ അടിക്കുക. എൻ്റർ അടിക്കുമ്പോൾ ഇപ്പം ഞാൻ ഓൾറെഡി ഈ ഒരു ഫ്രണ്ട് ആൻഡ് ഡിസൈൻ സ്കിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതാണ് എനിക്ക് ഇൻസ്റ്റാൾഡിൽ ഈ ഒരു ഫ്രണ്ട് ആൻഡ് ഡിസൈൻ സ്കില്ല് കാണുന്നത്. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പൊ ഈ ബ്രൗസർ പ്ലഗിൻസിന്റെ ഇത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. അപ്പൊ എൻ്റർ അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്തോളും. അതിനുശേഷം നിങ്ങൾ ക്ലൗഡ് റീസ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ എൻ്റർ അടിക്കുക, ഇൻസ്റ്റാൾ ചെയ്യുക, ക്ലൗഡ് റീസ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു എൻ്റെ ഈ പറഞ്ഞ ഈ ക്യാൻവാൻ ബോർഡ് ഉണ്ടല്ലോ, എൻ്റെ ഈ ടു ഡു ലിസ്റ്റ് ഉണ്ടല്ലോ, അത് റീഡിസൈൻ ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ ഇത് കൊടുക്കും, ഇൻസ്ട്രക്ഷൻ കൊടുക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പ്രൊജക്റ്റ് ഒന്ന് റീവാമ്പ് ചെയ്യാം. അപ്പൊ നമ്മൾ ഈ ഒരു സിമ്പിൾ ടു ഡു ലിസ്റ്റ് ആപ്ലിക്കേഷൻ ഒന്ന് റീവാമ്പ് ചെയ്യാൻ പോവാണ്. ഇപ്പൊ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ഈ ഒരു ഫ്രണ്ട് ആൻഡ് ഡിസൈൻ സ്കിൽ യൂസ് ചെയ്തിട്ട്. അപ്പൊ ഞാൻ ആ ഒരു നേരത്തെ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ആ കണ്ട പ്രൊജക്റ്റ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ക്ലോഡ് ഒന്ന് റൺ ചെയ്യുവാണ് കേട്ടോ. ഇപ്പോൾ ക്ലോഡിൻ്റെ ട്യൂട്ടോറിയൽ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പം ഞാൻ പ്രോംപ്റ്റ് ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഗിറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾ റെഫർ ചെയ്ത് നോക്കിയാൽ മതി. അപ്പം ഞാൻ അത് പറഞ്ഞിരിക്കുന്നത് ഫ്രണ്ട് ആൻഡ് ഡിസൈൻ സ്കിൽ യൂസ് ചെയ്തിട്ട് ഇതൊന്ന് റീവാമ്പ് ചെയ്യണം എന്നാണ് നമ്മുടെ ഫ്രണ്ട് ആൻഡ് ഡിസൈൻ. അപ്പം ടെയിൽവിൻ്റെ CSS അതുപോലെ തന്നെ ഷോർട്ട്സ് ആൻഡ് UI കോമ്പോണൻറ്റ് ലൈബ്രറി ഉണ്ടല്ലോ, അത് രണ്ടും യൂസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മിനിമൽ ആയിട്ടുള്ള ടെക്കും അതുപോലെ തന്നെ എന്താ പറയുക ഒരു നോഷൻ ടൂളും ഒക്കെ യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കളേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനൊന്ന് എൻ്റർ അടിക്കുകയാണ്. അപ്പം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു ഫ്രണ്ട് ആൻഡ് ഡിസൈൻ സ്കില്ല് അപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഫൈനൽ റിസൾട്ടാണ്. അപ്പം നമുക്കിതൊന്ന് സ്കില്ല് സക്സസ്ഫുള്ളി ലോഡഡ്, കാരണം നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ സ്കില്ല് ലോഡ് ചെയ്തിട്ടുണ്ട്, റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്കില്ല് അപ്ലൈ ചെയ്യണം എന്നുള്ളത് ലോഡായിട്ടുണ്ട്. അപ്പം എൻ്റെ എല്ലാ പ്രൊജക്ട് ഫയൽസും കണ്ടോ റീവാമ്പ് ആവുന്നുണ്ട്. ആ CSS എസ്പെഷ്യലി കോമ്പോണൻസിൻ്റെ ഫയലും അതുപോലെ തന്നെ CSSൻ്റെ ഫയൽസും. ഇത് റിയാക്ട് യൂസ് ചെയ്തിട്ട് ബിൽഡ് ചെയ്തിരിക്കുന്ന പ്രൊജക്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ പ്രൊജക്ട് ഫയൽസിലും ഈ പറഞ്ഞ കോമ്പോണൻസിൻ്റെ ലൈബ്രറിയിലാണെങ്കിലും CSSൻ്റെ ചേഞ്ചസും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫൈനൽ റിസൾട്ട് എന്താണെന്ന് ബ്രൗസറിൽ വന്നിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങളുടെ ആക്ച്വൽ പ്രൊജക്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലീൻ ആയിട്ട് ഒബ്സർവ് ചെയ്യണം. അതായത് നമ്മുടെ ഫംഗ്ഷനാലിറ്റീസിൽ ഇവർ ചിലപ്പോൾ എന്തെങ്കിലും ഈ ഒരു പുതിയ കൊണ്ടുവന്ന ചേഞ്ച് കൊണ്ട് നമ്മുടെ എക്സിസ്റ്റിംഗ് ഫംഗ്ഷനാലിറ്റീസിൽ എന്തെങ്കിലും ബ്രേക്ക് ആയിട്ടുണ്ടോ, മിസ്സായിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് അങ്ങനെ വിടാൻ പാടില്ല. ഓരോ പ്രാവശ്യം
പ്രാവശ്യം നമ്മുടെ കൺഫർമേഷൻ എടുത്തതിന് ശേഷം കമാൻഡ്സ് ആണെങ്കിലും ചേഞ്ചസ് ആണെങ്കിലും എന്നോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, ഈ ഫയൽസ് എഡിറ്റ് ചെയ്യട്ടെ എന്ന്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്ലാനിങ് മോഡിൽ സെറ്റ് ചെയ്യാം കേട്ടോ, അല്ലാതെ ബ്ലൈൻഡ് ആയിട്ട് ഇവരോട് പ്ലാനിങ് ഇല്ലാതെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി വിടാതിരുന്നാൽ മതി കേട്ടോ. അപ്പം നമുക്ക് ഞാൻ ഫസ്റ്റ് ഇതിൽ നിന്ന് എക്സിറ്റ് ആവട്ടെ. ക്ലോഡിൻ്റെ വർക്ക് കഴിഞ്ഞല്ലോ. മാക്സിമം നിങ്ങൾ ടോക്കൺ വേസ്റ്റ് ചെയ്യാതിരിക്കുക കേട്ടോ. ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ഈ പ്രൊജക്റ്റ് ഒന്ന് റൺ ചെയ്യാം. npm റൺ ഡൗൺ. ഇനി ബ്രൗസറിൽ പോയിട്ട് നമുക്ക് ഇവർ തന്ന ഇൻ്റർഫേസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ഫ്രണ്ട് എൻഡ് ഡിസൈൻ സ്കിൽ പ്ലസ് നമ്മൾ ആ കൊടുത്ത ടെക്കും കൂടെ യൂസ് ചെയ്തിട്ട് ഈ നമ്മുടെ പ്രൊജക്റ്റിനെ റീവാമ്പ് ചെയ്തിട്ടുള്ള നമ്മുടെ ഫൈനൽ റിസൾട്ട്. അപ്പോൾ നിങ്ങളിത് നോക്കുമ്പോൾ തന്നെ ആ ഒരു ഡിഫറൻസ് എവിഡൻ്റ് ആണല്ലേ. അതായത് നമ്മളൊരു നോർമൽ ക്യാൻവാ ബോർഡ് എങ്ങനെയാണോ കാണുന്നത് ആ ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അതായത് ഇപ്പം ഇവിടെ കാണുന്ന ടെക്സ്റ്റ് മാത്രമല്ല, അതിൻ്റെ ഡിസൈൻ എല്ലാ കാര്യങ്ങളും ചേഞ്ച് ആയിട്ടുണ്ട് അല്ലേ. അപ്പം ജസ്റ്റ് ഞാനൊരു ടാസ്ക് ആഡ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ലേൺ ക്ലോഡ് കോഡ് എന്ന് പറഞ്ഞ് കൊടുക്കുവാണ്. ലേൺ ക്ലോഡ് സ്കിൽ 2 ഇംപ്രൂവ് പ്രൊഡക്ടിവിറ്റി. പിന്നെ ഞാൻ ഹൈ പ്രയോറിറ്റി കൊടുക്കുന്നു. ടാഗ് എന്തെങ്കിലും കൊടുത്തിട്ട് ടു ഡൂയിലേക്ക് ആഡ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് മറ്റേത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഒന്നും ആ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇത് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പം ഓവറോൾ ഡിസൈൻ, അതുപോലെ തന്നെ ഇവിടെ നിന്നിട്ട് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, ഈ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ, ഇതൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം ഒന്നും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണല്ലേ. അതുപോലെ തന്നെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ വന്നിട്ടുണ്ട്. ഇനി ഇപ്പം എന്തെങ്കിലും ഒരു പുതിയൊരു ടാസ്ക് ആഡ് ചെയ്ത് കഴിയുമ്പോൾ പ്രയോറിറ്റി, അത് ഓൾറെഡി ഉണ്ടായിരുന്നു, പ്രയോറിറ്റീനെ ബേസ് ചെയ്തിട്ട് ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കണ്ടല്ലേ, ഹൈ പ്രയോറിറ്റി ഉള്ളത് മാത്രം വരുമ്പോൾ നമുക്ക് ഇല്ലാത്തതുകൊണ്ട് അത് വരില്ല. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ നിന്നിട്ട് തന്നെ ഇതിനെ ക്ലിയർ ചെയ്യാം. അപ്പോൾ ഒന്നും കൂടെ എന്താ പറയുക, ആക്ച്വലി നമ്മൾ എങ്ങനെയാണോ ഒരു കമ്പനീൻ്റെ പെർസ്പെക്റ്റീവിൽ ഡിസൈൻ ചെയ്യുന്നത് ആ ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു ഫ്രണ്ട് ആൻഡ് ഡിസൈൻ സ്കില്ലിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു skill.md ഫയൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പോലെ പുതിയ ഇൻസ്ട്രക്ഷൻസ് ആഡ് ചെയ്യുകയോ എക്സിസ്റ്റിംഗ് ഇൻസ്ട്രക്ഷനിൽ ചേഞ്ച് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു സാമ്പിൾ കാണിച്ചു തന്നു മാത്രമേ ഉള്ളൂ, അവരുടെ ഡയറക്റ്റ് ആ ഒരു ഫയൽ യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തിരുന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇനി ബാക്കിയുള്ള ഇതുപോലെ തന്നെ ഒഫീഷ്യൽ സ്കിൽസും അതർ എക്സ്റ്റേണൽ സ്കിൽസും എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ഡെഫിനറ്റ് ആയിട്ടും പറയാം. നിങ്ങളുടെ കമൻസിനെ ബേസ് ചെയ്തിട്ട് ഞാൻ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഞാൻ പറയാത്ത ഏതെങ്കിലും പോപ്പുലർ ആയിട്ടുള്ള സ്കില്ല് ഇപ്പം നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കും യൂസ്ഫുൾ ആയിരിക്കും. ഈ പറഞ്ഞ പോലെ നമ്മളിതിങ്ങനെ ഒരു ലേണിംഗ് സ്റ്റേജിലാണല്ലോ ഉള്ളത്. എനിക്കൊക്കെ തോന്നുന്നത് ഞാനൊക്കെ ഒരു ഇനീഷ്യൽ സ്റ്റേജിലാണെന്നാണ്. പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുമല്ലോ ദിവസം പുതിയ ഓരോ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ സബ് ഏജൻസിനെ കുറിച്ചൊക്കെ MCPനെ കുറിച്ചൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു ക്ലോഡ് കോഡിന്റെ വീഡിയോ. അപ്പോൾ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയാം. നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടന്റുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.